ഹലോ നമസ്കാരമുണ്ട്. ഇതൊരു സൈക്കിളിൻ്റെ ചെറിയ റിവ്യൂ ആണ്. സൈക്കിൾ ഇത് ഫയർഫോക്സിൻ്റെ പ്രോൺടോ D700C എന്ന് പറഞ്ഞാണ് കേട്ടോ. ഈ കാണുന്ന ലൈറ്റൊക്കെ എക്സ്ട്രാ വാങ്ങിച്ച് ഫിറ്റ് ചെയ്താണ്. ഇത് നമ്മൾ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ കിട്ടിയത് ആ ഒരു ചെറിയ റിഫ്ലക്ടർ ഗോപ്രോ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്ലാസ് വാങ്ങിച്ച് വെച്ച് മിറർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ബെല്ലും സൈക്കിൾ വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടിയതാണ്, ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് ഫയർഫോക്സിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഫ്രെയിം അലോയ് ഫ്രെയിമാണ്. ഇതിൻ്റെ ആകെ സ്റ്റീൽ വരുന്നത് ആ ഫോർക്ക് മാത്രമാണ് സ്റ്റീൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഭാഗമാണ് ഇപ്പോൾ സ്റ്റീൽ ഞാൻ പറഞ്ഞത്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. നമ്മുടെ അലോയിൻ്റെ ആണ് നമ്മുടെ റിമ്മൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ഫ്രണ്ട് വീലിലൊരു റിഫ്ലക്ടർ കൂടെ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ച് വീടെത്തുമ്പോൾ തന്നെ അതൊന്ന് പൊട്ടിപ്പോയായിരുന്നു. പിന്നെ അതേ ഇതിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞ ഇതാണ് സംഭവം, അലോയാണ്, ഹാർട്ടെയിൽ അലോയാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് ഡെക്കാത്ത്ലോണിൽ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ HMT ഭാഗത്താണ് കേട്ടോ. അത് നമ്മുടെ സീപോർട്ട് എയർപോർട്ടിൻ്റെ പുതിയ റോഡ്, അതായത് നമ്മുടെ എന്താ പറയുക ബൈജു നായരൊക്കെ അവിടെ നിന്ന് കാർ റിവ്യൂസൊക്കെ ചെയ്യാറില്ലേ, ആ റോഡാണ്. ഇവിടെ കാലത്ത് ഇഷ്ടംപോലെ പേര് സ്കേറ്റിങ്ങിനൊക്കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്താണ് അവരുടെ. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് ഈ റോഡിൻ്റെ എൻഡ് ആയി. അപ്പോൾ അതാണ് കുറച്ച് പേരൊക്കെ ഇവിടെ ഉള്ളൂ. ഈ റോഡിൻ്റെ തുടക്കത്തിൽ കുറേ പേര് ഇവിടെ സ്കേറ്റിങ്ങിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും കൂടെയാണ് കേട്ടോ. നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് സംഭവം. ഇപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ നല്ല കാലത്ത് മുമ്പ് ചെറിയൊരു എന്താ പറയുക മഞ്ഞൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സൈക്കിളിൻ്റെ സീറ്റും കാര്യങ്ങളും. സീറ്റ് കവറൊന്നും ഇട്ടിട്ടില്ല. 2 മഡ് ഗാർഡ് നമ്മൾ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ടയർ ചെറുതാണ്. ഇപ്പോൾ ഇത് സൈക്കിൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സിംഗിൾ സ്പീഡാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്ര കാലം ഓടിക്കും. പിന്നെ ഗിയറിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സിംഗിൾ സ്പീഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേ ടയറൊക്കെ അത്യാവശ്യം ചെറിയ ടയറാണ്. വലിയ ടയറൊക്കെ നമുക്ക് ചവിട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഡിസ്ക് ബ്രേക്കൊക്കെ നമുക്ക് കാണും. സ്റ്റാൻഡും ഈ സൈക്കിൾ വാങ്ങുമ്പോൾ തന്നെ കൂടെ കിട്ടിയതാട്ടോ. അതെല്ലാം ഷോപ്പിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. ഏകദേശം ആ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതെല്ലാം ഫ്രീ. അതായത് ബെല്ല്, സ്റ്റാൻഡ്, 2 മഡ് ഗാർഡ് ഇതെല്ലാം ഫ്രീ. ബാക്കിയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചു. മറ്റേ ബോട്ടിൽ ഇവിടെ നിന്ന് ഡെക്കാത്ത്ലോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. സംഭവം കൊള്ളാം. സൈക്കിൾ നന്നായിട്ടുണ്ട്. നമുക്ക് കാലത്ത് ചവിട്ടാനൊക്കെ ഒരു എക്സസൈസിന് അടിപൊളിയാണ്. ഇതാണ് ഫ്രെയിം, അലോയ് ഫ്രെയിമാണ്. കേബിളൊക്കെ അകത്തു കൂടി വന്നിരിക്കുന്നത്. ബാക്ക് ബ്രേക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ഫ്രെയിമിൻ്റെ അകത്തു കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവർ നമുക്ക് പുള്ള് ചെയ്താൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ നമുക്ക് വേണമെങ്കിൽ ക്വിക്ക് റിലീസ് ചെയ്തിട്ട് ഫ്രണ്ട് ടയർ മാത്രം വേണമെങ്കിൽ അഴിച്ചു വയ്ക്കാം. നമുക്ക് കാറിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അഴിച്ചു വയ്ക്കാം. ഞാനിപ്പോൾ റൈഡിനൊക്കെ പോകുന്ന സമയത്ത് ഗോപ്രോ ഒക്കെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിലൊക്കെ നന്നായിട്ടുണ്ട് കാണാനൊക്കെ. ഇത് ഇത്രയൊക്കെയാണ് സൈക്കിളിൻ്റെ വിശേഷം. ബ്രേക്കൊക്കെ അടിപൊളിയാണ്. ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് നല്ല ഒരു ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് മെയിൻ്റനൻസ് കുറവാണെന്നാണ് നമ്മുടെ ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മുടെ കത്രിക്കടവ് പവൻ സൈക്കിൾസ് നിന്നാണ് വാങ്ങിച്ചത്. എന്തായാലും ഇപ്പോൾ കാലത്തെ സമയം ഒരു 8-8:15 ആയിട്ടുണ്ട്. ഇപ്പോഴും ചെറിയൊരു മഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവം സമ്മറൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞാൽ സൂര്യനൊക്കെ വന്ന സ്ഥിതിക്കും ഭയങ്കര വെയിലായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. എന്തായാലും ടൈമായി. കുറച്ചുകൂടെ ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ച് ചുറ്റിട്ട് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോട്ടെ. ഇവിടെ ഒരു മട്ടൺ സ്റ്റാൾ എന്തോ വരുന്നുണ്ടല്ലോ. അല്ല ഇവിടെ ഉണ്ട് മട്ടൺ സ്റ്റാൾ ഉണ്ടല്ലോ. മട്ടൺ ബീഫ് ഉണ്ടോ? എന്തായാലും കുറച്ച് ദൂരം പോയിട്ട് വരാം. ഇവിടെ ഒരു ചെറിയൊരു ഫോഗി പോലെ ഉണ്ട് കേട്ടോ. ഫോഗി ടൈപ്പ് അത് മഞ്ഞാണോ അതാ അപ്പുറത്തെ ഫാക്ടറി. ഇത് എന്തെങ്കിലുമൊക്കെ ഇതാണോന്നറിയില്ല.